വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ അസാർ. മക്കളെല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. മക്കളെ, നമുക്കാണെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞു. ദെൻ പിന്നെ ഇപ്പോൾ ഒരു ഓണം എക്സാമിൻ്റെ പേപ്പറൊക്കെ നോക്കുന്ന തിരക്കിലാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം. അതിനൊപ്പം നിങ്ങൾക്കും ഒരു ആകാംക്ഷയുണ്ട്, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെയുള്ളൊരു ആകാംക്ഷയുണ്ട് അല്ലേ? യെസ്. കാരണം പഠിച്ച് നല്ല ബെറ്ററായിട്ട് പോയ ആൾക്കാരൊക്കെ എന്താണ് നല്ല മാർക്ക് കിട്ടും, അല്ലാത്തവരെന്താണ് ഇങ്ങനെ അതിങ്ങനെ പെൻഡിങ് ആക്കി എന്ന് വെച്ചുകൊണ്ടിരിക്കും അല്ലേ? യെസ്. നമുക്ക് ഇനിയും ഇങ്ങനെ പെൻഡിങ് ആയി വെച്ചുകൊണ്ടിരുന്നാൽ പോരെ, നമ്മൾ ഇനിയും സെറ്റായിട്ട് പഠിക്കണം. ഇനി ഫസ്റ്റ് ടൈം കഴിഞ്ഞു, ദെൻ സെക്കൻഡ് ടൈമിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് ടൈം വളരെ സീരിയസ് ആയിട്ട് കാണാം. സെക്കൻഡ് ടൈമാണ് ഏറ്റവും വളരെ വളരെ സീരിയസ് എന്ന് പറയുമ്പോൾ. സെക്കൻഡ് ടൈം സീരിയസ് ആവാൻ പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ, കാരണം സെക്കൻഡ് ടൈം എക്സാമിന് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ പോർഷൻസ് ചോദിക്കും. ഫസ്റ്റ് ടൈം പോർഷൻസും ഉൾക്കൊള്ളിക്കുന്ന ഒരു എക്സാമാണ് സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ. അപ്പോൾ സെക്കൻഡ് ടൈമിന് എവിടം വരെയാണ് പോർഷൻസുകൾ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമിൻ്റെ പോർഷൻസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഇല്ലേ? റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം, നമ്മുടെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിങ്ങിന്റെ കോൺസെപ്റ്റ് എല്ലാം വീണ്ടും പഠിക്കുന്നു. അറേസ് ചെറിയൊരു ചാപ്റ്റർ ആണ്. ദെൻ ഫങ്ഷൻസ്, വെബ് ടെക്നോളജി. അപ്പൊ ഇത്രയും ചാപ്റ്റർ ഉൾക്കൊള്ളുന്നതാണ് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ച് നേരെ പഠിച്ച് ദെൻ എക്സാം എഴുതിയവർക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും, കാരണം ടൈം വൈസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈമിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? വെബ് ഡിസൈൻ യൂസ് HTML, നമ്മുടെ വെബ് ടെക്നോളജിയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. കുറെ ടാഗ്സും അതിന്റെ യൂസും പ്രോഗ്രാംസ് പഠിക്കുന്നു. നെക്സ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ജാവാസ്ക്രിപ്റ്റ്, ഇതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ കോൺസെപ്റ്റ് കൂടെ പഠിക്കുന്നേ ഉള്ളൂ. വെബ് ഹോസ്റ്റിംഗ്, ഇതൊക്കെ ഒരു വെബ് ടെക്നോളജിയുടെ ഒരു ഐറ്റമാണ്. ഇത് പക്ക തിയറിയാണ്, ചെറിയൊരു ചാപ്റ്റർ ആണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതെന്താ നമ്മളെ അതും ഒരു പക്ക തിയറി തന്നെയാണ്. പക്ഷേ SQL ഒരു ബേസിക് ഐഡിയാസ് വരുന്നതാണ്. നെക്സ്റ്റ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇത് പക്ക പ്രോഗ്രാമിംഗ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിലുള്ളത് കേട്ടോ. യെസ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സുകളാണ്, 5 തൊട്ട് 9 വരെയുള്ള ചാപ്റ്റേഴ്സുകളാണ്. അതോ എന്താണ് നമ്മളെ സെക്കൻഡ് ടൈം എക്സാം പോർഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈം എക്സാം പോർഷൻസ് 5, 6, 7, 8, 9. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഫസ്റ്റ് ടൈമിന്റെ പോർഷൻസ് നമ്മുടെ ഈ പറഞ്ഞ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അറേസ്, ഫങ്ഷൻസ്, വെബ് ടെക്നോളജി ചാപ്റ്റേഴ്സ് ചോദിക്കും. ഏകദേശം ഒരു 35 to 40% എന്താണ് ഈ പറഞ്ഞ ഫസ്റ്റ് ടൈമിന്റെ പോർഷൻസ് ചോദിക്കും. വേണമെങ്കിൽ 15 വരാം. ഈക്വലി തന്നെ എന്താണ് മക്കളെ ഫസ്റ്റ് ടൈമിന്റെ എക്സാം പോർഷൻസ് ചോദിക്കും. ഓക്കെ. അപ്പം ഇത് ഇത്രയും പഠിച്ചാൽ മതിയല്ലോ എന്ന് പറയും. എന്താ മക്കളെ, ഇതിനെന്താണ് ഇത്ര പ്രാധാന്യം എന്ന് പറയുമ്പോൾ, ഫൈനൽ എക്സാമിന്റെ പോർഷൻസ് എന്ന് വിളിക്കുന്നതാണ് ഇത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ ഉള്ളത്. 10, 11 ചാപ്റ്റേഴ്സ് ഇവിടെ കഴിയുന്ന നമ്മളെ ഈ പറഞ്ഞ ഫൈനൽ എക്സാം പോർഷൻസ് ആവും. അതായത് 2 ചാപ്റ്റേഴ്സ് പെൻഡിങ് വെക്കുന്ന എന്ത് ഈ പറഞ്ഞ സെക്കൻഡ് ടൈം എക്സാം എന്ന് പറയുമ്പോൾ, അതായത് ഫൈനൽ എക്സാമിന്റെ 95% പോർഷൻസ് എവിടെ ചോദിക്കുന്നുണ്ട്? സെക്കൻഡ് ടൈം എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് തിയറി ചാപ്റ്റർ ആണ്, അതുകൂടെ പഠിച്ചതാണ് ഈ പറഞ്ഞ മോഡൽ എക്സാമിന്റെ പോർഷൻസ് ആയി, പിന്നെ ഫൈനൽ എക്സാമി. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റായിട്ട് പഠിച്ചതിന് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ നമ്മളെ സൈലത്തിന്റെ യുവ കൊമേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവരും സെറ്റായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.